നമസ്കാരം. ഭാഗ്യരേഖ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. പുതുവർഷത്തിൻ്റെ തുടക്കമായ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ചിങ്ങമാസം പിറക്കുകയാണല്ലോ. ഈ ചിങ്ങമാസം അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാർക്ക് എങ്ങനെയായിരിക്കും? കരിയർ, സാമ്പത്തികം, കുടുംബജീവിതം എന്നിവയിൽ ഈ മാസം എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തിക. അതിൽ അശ്വതി നാളുകാർക്ക് ഈ ചിങ്ങമാസം തൊഴിൽ രംഗത്ത് ഉന്നത നേട്ടങ്ങൾ സമ്മാനിക്കുന്ന മാസമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെങ്കിലും അവ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെടും. ഭരണി നാളുകാർക്ക് ഈ മാസം വിദേശ ജോലിയോ പഠനമോ സംബന്ധിച്ച അനുകൂലമായ വാർത്തകൾ കേൾക്കും. മുൻകൈയെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം കാണും. കുടുംബത്ത് നല്ല സമാധാനവും സന്തോഷവും നിലനിൽക്കും. കാർത്തിക നാളുകാർക്ക് തൊഴിൽ രംഗത്ത് പുതിയ പങ്കാളികൾ ഒപ്പമെത്താൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിൽ ചെറിയ ശ്രദ്ധ പുലർത്തുക. സുഹൃത്തുക്കളുടെ പിന്തുണ എപ്പോഴും ഉണ്ടാവും. അടുത്ത രോഹിണി, മകയിരം, തിരുവാതിര. അതിൽ രോഹിണി നാളുകാർക്ക് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ ഈ മാസം അവസരം ലഭിക്കും. കുടുംബത്ത് നിലനിന്നിരുന്ന ചെറിയ അസ്വസ്ഥതകൾ മാറി സന്തോഷം നിറയും. അടുത്തത് മകയിരം. കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മകയിരം നാളുകാർക്ക് സ്വന്തം കഴിവുകൾ തെളിയിക്കാൻ മികച്ച അവസരങ്ങൾ വന്നുചേരും. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ സാധിക്കും. തിരുവാതിര നാളുകാർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടാൻ സാധ്യതയുണ്ട്. അടുത്തത് പുണർദം, പൂയം, ആയില്യം. അതിൽ പുണർദം നാളുകാർക്ക് ഔദ്യോഗിക രംഗത്ത് മേലധികാരികളുടെ പ്രശംസയും പിന്തുണയും ലഭിക്കും. പുതിയ വാഹനമോ വീടോ വാങ്ങാൻ ആലോചിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അടുത്തത് പൂയം നാളുകാർക്ക് മനസ്സിലുണ്ടായിരുന്ന പലവിധ ആശങ്കകളും ടെൻഷനും അകന്നു പോകും. അതുപോലെ തന്നെ ബിസിനസ്സിൽ അപ്രതീക്ഷിതമായ ലാഭം പ്രതീക്ഷിക്കാവുന്ന മാസമാണിത്. ആയില്യം നാളുകാർക്ക് ചെലവ് അല്പം വർദ്ധിക്കുന്ന സമയമാണ്, എങ്കിലും ധനനഷ്ടം ഉണ്ടാവില്ല. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ മുതിർന്നവരുടെ അഭിപ്രായങ്ങൾ തേടുന്നത് നല്ലതായിരിക്കും. അടുത്തത് മകം, പൂരം, ഉത്രം. അതിൽ സ്വന്തം നാളായ ചിങ്ങത്തിൽ വരുന്നതിനാൽ മകം നാളുകാർക്ക് സാമൂഹിക രംഗത്ത് പ്രശസ്തിയും അംഗീകാരവും ഇരട്ടിയാവും. അതുപോലെ തന്നെ മുടങ്ങിക്കിടുന്ന പല കാര്യങ്ങളും വിജയകരമായി പൂർത്തീകരിക്കും. അടുത്തത് പൂരം നാളുകാർക്ക് കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കാൻ യോഗമുണ്ട്. സാമ്പത്തിക സ്ഥിതി വളരെ ശക്തമായ നിലയിലായിരിക്കും. അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ എല്ലാം സഫലമാകുന്ന മാസമാണ്. ഉത്രം നാളിലെ ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുള്ള മാസമാണിത്. സഹപ്രവർത്തകരുടെ പൂർണ്ണ സഹകരണം കൂടെ ഉണ്ടാവും. അടുത്തത് അത്തം, ചിത്തിര, ചോതി. അതിൽ അത്തം നാളുകാർക്ക് കുടുംബത്തിൽ നല്ല സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. ദീർഘകാലമായുള്ള യാത്രകൾ വേണ്ടി വരികയും അതുവഴി നല്ല അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ചിത്തിര നാളുകാർ സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം അച്ചടക്കം പാലിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും. പങ്കാളിയിൽ നിന്ന് മികച്ച പിന്തുണ ലഭിക്കും. ചോതി നാളുകാർക്ക് വ്യാപാര രംഗത്ത് ഉയർന്ന ലാഭം കൊയ്യാൻ സാധിക്കുന്ന മാസമാണ്. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. അടുത്തത് വിശാഖം, അനിഴം, തൃക്കേട്ട. അതിൽ വിശാഖ നാളിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിക്കും. അനിഴം നാളുകാർക്ക് ഔദ്യോഗിക രംഗത്തെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റാൻ സാധിക്കും. മാനസിക ഉല്ലാസം നൽകുന്ന യാത്രകൾ ഉണ്ടാകും. തൃക്കേട്ട നാളുകാർ ധനപരമായ ഇടപാടുകളിൽ അതീവ ജാഗ്രത പാലിക്കുക. ആരുടെയെങ്കിലും വാക്കിട്ട് എടുത്തിയാടി വലിയ നിക്ഷേപങ്ങൾ ചെയ്യാതിരിക്കുക. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം. അതിൽ മൂലം നാളുകാർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ വന്നുചേരും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. പൂരാടം നാളുകാർക്ക് ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും.
അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ അവസരം ലഭിക്കും. ഉത്രാടം നാളുകാർക്ക് തൊഴിലിടങ്ങളിൽ നിങ്ങളുടെ കഴിവിന് തക്കതായ അംഗീകാരം ലഭിക്കും. ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും. അടുത്തത് തിരുവോണം, അവിട്ടം, ചതയം. അതിൽ തിരുവോണം. ചിങ്ങമാസത്തിൽ തിരുവോണ നാളുകാർക്ക് കുടുംബത്ത് നല്ല ആഘോഷങ്ങളും സന്തോഷവും നിറഞ്ഞു നിൽക്കും. അതുപോലെ തന്നെ പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വാങ്ങാനും യോഗമുണ്ട്. അടുത്തത് അവിട്ടം നാളുകാർക്ക് കഠിനാധ്വാനത്തിന് ശരിയായ പ്രതിഫലം ലഭിക്കും. അതുപോലെ തന്നെ ശത്രുക്കളുടെ ശല്യം വഴിമാറിപ്പോവും. അടുത്തത് ചതയം നാളുകാർക്ക് മാറ്റങ്ങൾ നിറഞ്ഞ ഒരു മാസമായിരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ എടുക്കുമ്പോൾ മുതിർന്നവരുടെ അഭിപ്രായം തേടുക. അടുത്തത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. അതിൽ പൂരുരുട്ടാതി നാളുകാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും കരിയറിൽ മികച്ച പുരോഗതി ദൃശ്യമാവുകയും ചെയ്യും. ഉത്രട്ടാതി നാളുകാർക്ക് ആരോഗ്യകാര്യത്തിൽ ചെറിയ കരുതൽ ആവശ്യമാണ്. സാമ്പത്തിക കാര്യത്തിൽ മിതത്വം പാലിക്കുക. രേവതി. ചിങ്ങമാസത്തിലെ അവസാന നാളായ രേവതിക്കാർക്ക് മനസ്സിന് നല്ല സമാധാനവും ആശ്വാസവും ലഭിക്കുന്ന മാസമാണ്. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ സഹപ്രവർത്തകരുടെ സഹായത്തോടെ ശരിയായി വരും. അപ്പോൾ ചിങ്ങമാസത്തിലെ 27 നാളുകാരുടെ സമ്പൂർണ്ണ ഫലമാണ് നമ്മളിന്നിവിടെ കണ്ടത്. അപ്പോൾ ഈ മാസം നിങ്ങളുടെ നാളിൻ്റെ ഫലം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഭാഗ്യരേഖ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ചിങ്ങമാസ ആശംസകൾ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.